പറയട്ടെ എൻ്റെ ഫ്രണ്ട് റിയ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബായൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അങ്ങനെ ഇതാ എടുത്തു കഴിഞ്ഞു അത്യാവശ്യമുള്ളതെല്ലാം. അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് എന്ന ഫെബിയാണ്. അപ്പോൾ ഇത്തവണയും ഞാൻ പെട്ടെന്ന് തന്നെ യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റ്സ് ഞാൻ ഇതിലിടാറുണ്ട്. ഒരുപാട് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അബായയുടെ ഫോട്ടോഷൂട്ട്. അപ്പോൾ അത് ചെയ്യാനുണ്ട്. 2 അബായാസിൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ മോൾ സാറ. അപ്പോൾ അവളെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അവളാണ് കൂടുതലും എൻ്റെ അബായാസിൻ്റെ മോഡലായിട്ട് അവൾ തന്നെയാണ് നിൽക്കാറ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് ഈ ഒരു ടൈമിൽ വന്നാലാണ് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ വരേണ്ടി വന്നു. നല്ല ചൂടാണ്, പുറത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ. എന്നിരുന്നാലും അത് പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ നമുക്ക് വേഗം തന്നെ ചെയ്ത് പിന്നെ പോരാൻ പറ്റി. ചോന്നിട്ട് നോക്കി പാവോ, ബ്ലഷ് ഒന്നും വേണ്ടല്ലോ സാർ. ബ്ലഷ് ഇട്ടിനാ? ഓ, ബ്ലഷ് ഇട്ടിന് പോലും അല്ലേ. അങ്ങനത്തെ വെയിലാണ്. ഈ ഒരു സ്പോട്ടിൽ നിന്നും ചെയ്തു, പിന്നെ വേറൊരു സ്പോട്ടിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. നമ്മളിതാ ഇന്നിങ്ങനൊരു ലൊക്കേഷനിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം അബായൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അങ്ങനെ ഇതാ എടുത്തു കഴിഞ്ഞു അത്യാവശ്യമുള്ളതെല്ലാം. അതും ഞാനിത് എൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു ഷോറൂം വിസിറ്റ് ഉണ്ടായിരുന്നു. അതവിടെ പുതിയ കളക്ഷൻസ് കുറച്ച് ഞാൻ വിഷ്വൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് 1-2 ക്ലയൻസിൻ്റെ ഓർഡേഴ്സ് അതും അവിടുന്ന് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്തു. ഒരു ഫോട്ടോ എടുക്കാൻ എന്തൊക്കെയാ സഹിക്കേണ്ടത്. ജാനും ചൂടൊക്കെ കാരണം തോന്നുന്നു അവൻ്റെതായ കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് അബായൻ്റെ ഷൂട്ട് വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് എടുക്കാമെന്നുള്ള ഒരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ നല്ല ചൂടും വെയിലൊക്കെ കാരണം നമുക്ക് തന്നെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്തു. നെക്സ്റ്റ് ഡേ പോകാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് മാറ്റി. അങ്ങനെ ആ ഒരു വീഡിയോയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെ ആയിരുന്നു ആ വീഡിയോയും സംഭവങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. വണ്ടിയിൽ കയറി കഴിഞ്ഞ ഉടനെ ജാനിൻ്റെ പാട്ട് നിർബന്ധമാണ്. അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വന്നപ്പം ഉള്ള അവൻ്റെ ആക്ഷൻസ് ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, അവന് ഭയങ്കരമായിട്ട് അതിലങ്ങ് മുഴുകും. ഈ ഒരു കൈ കൊണ്ടുള്ള ആക്ഷൻ ആണ്. പിന്നെ നമ്മളാരും ഒന്നും മിണ്ടാൻ പാടില്ല, സൈലൻ്റ് ആയിരിക്കണം. അവനിക്ക് നല്ല രീതിയിൽ അത് ആസ്വദിക്കണം. അപ്പോൾ അവനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാറിനോട് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. Hey guys, this is Zara from Zabi Diaries. കുറേ ഇൻട്രോഡക്ഷൻ തരേണ്ടി വരും. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ സീരീസ് ആയിട്ട് വരുന്നത്. You guys know I was behind Raya & Co, starting a new brand. And ഇന്നിപ്പം പറയാൻ വന്നിട്ടുള്ളത് I'm gonna start a series with my mom, and that is 5 abayas for 5 occasions. അതിൽ ഫസ്റ്റ് വൺ ആണിത്. ആൻഡ് ദിസ് ഈസ് ദി ഏറ്റവും കോംഫിയസ്റ്റ് ആയിട്ടുള്ള ആ അബായ. നമുക്ക് ഡെയിലി വെയറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണിത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു കോൺട്രാസ്റ്റ് രീതിക്കാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായത്. സോ വേണ്ടവർ either you can type abaya and you will get the DM link in your DM, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഉമ്മാൻ്റെ അബായൻ്റെ പേജിലേക്ക് ഒന്ന് പോയാൽ മതി. I'll be tagging that also along with this video. Let me give a total look of this abaya. ഇതാണ് സാധനം. ആൻഡ് the bag goes like this. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. ഇഫ് യു വോണ്ട് യു ക്യാൻ ആഡ് പോക്കറ്റ്, പക്ഷെ ഞാൻ പോക്കറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആൻഡ് ഇങ്ങനെയുള്ള ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഫസ്റ്റ് അബായ അതായിരുന്നു. ഇതാണ് സെക്കൻഡ് അബായ. ഇത് സെക്കൻഡ് ഡേ എടുത്തതായിരുന്നു. അപ്പോൾ ഈ 2 അബായാസും ആണ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പറയട്ടെ, എൻ്റെ ഫ്രണ്ട് റിയ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു
2 ടേക്കെല്ലാം എടുത്തതിന് ശേഷമാണ് ഒന്ന് ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നത്. എന്തായാലും ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇവിടത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 അബായ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസും ഫോൺ നമ്പറും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത് ഫസ്റ്റ് അബായക്ക് 170 dirhams ആയിരുന്നു. സെക്കൻഡ് അബായക്കാണെങ്കിൽ 270 dirhams. 270 dirhams എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അബായ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ക്ലോത്ത് ആണ്, അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് വരുന്നത്. ഫസ്റ്റ് അബായ 170. ഫസ്റ്റ് അബായക്ക് നമുക്ക് കുറച്ചുകൂടി കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. ശേഷം എന്തൊക്കെയോ കുറച്ച് പണികളുണ്ടായിട്ട് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഹോം സെൻറ്ററിലേക്കാണ്. ഏകദേശം മഗ്രിബിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ക്ലയൻസിൻ്റെ ചെറിയ ചെറിയ ഓർഡേഴ്സ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുത്തെ ന്യൂ കളക്ഷൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അതുകൂടി ഇവിടെ ഷെയർ ചെയ്യാണ്. ഹോം സെൻറ്ററിൽ വന്നിട്ട് കപ്സ് ഉണ്ട്, മഗ് അതിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇവളാണിന്ന്. ഹലോ 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 ഹലോ. ഓക്കെ, കാണിക്കാം. ഏതാ കാണിച്ചിട്ടുണ്ട്? ഇത് പുതിയതല്ലേ? പുതിയ കളക്ഷൻ മാത്രം എടുത്താൽ മതി, ബാക്കിയെല്ലാം ഏകദേശം. ഇത് 18 dirhams ആണ്. ഇവിടെ കാണുന്ന പ്രൈസ് 25 ആണ്, പക്ഷേ 18. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ കളർ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടല്ലേ. ഇതുണ്ട്. ഓക്കെ, what else? ഈ സെക്ഷനിൽ ഇതൊക്കെയോ പക്ഷെ അത് കുറച്ച് സൈസ് കൂടുതലാണ്. ഇത് ഓക്കെ, അത് നോർമൽ സൈസ് 11 dirhams ഉള്ളൂ. അതിന് നല്ല നല്ല ഡിസ്കൗണ്ടിലാണുള്ളത്. പിന്നെ ഡിസ്കൗണ്ട് ഉള്ള ഐറ്റംസ് നോക്കിയിട്ട് കാണിച്ചു കൊടുക്കുക. ഇതൊന്നും ഡിസ്കൗണ്ട് ഇല്ല. പിന്നെ ഇത് 9 dirhams ഉള്ളത് ഈ ഒരു ഐറ്റം. പിന്നെ ഈ പേർപ്പിൾ കാണിച്ചു കൊടുക്കാം. which one? ഇത് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നോർമൽ സൈസല്ലേ, നല്ല കറക്റ്റ് സൈസാണ്. 12 dirhams. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഈ പീച്ച്. പിന്നെ ഇത് താഴെ ഇത് യെല്ലോ. എത്ര അതിന്? 15. യെസ്, 15. ഓക്കെ. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റംസിന് നിങ്ങൾ റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ ഇനിയിപ്പോൾ ഇതിന് പുറമേ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും അതും ചെയ്യാം. പിന്നെ ഒരു 2-3 ഇങ്ങനെ പുതിയ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലയൻസിൻ്റെ ഓർഡേഴ്സൊക്കെ വന്ന് കിടപ്പുണ്ട്. കുറച്ച് അധികമുള്ള ഓർഡേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പം അങ്ങനെയുള്ള റിക്വയർമെൻ്റ് ആയിട്ട് അൽഹംദുലില്ലാ എനിക്ക് ഇടയ്ക്കിടെയായിട്ട് ഇങ്ങനെ പലരും വന്ന് എൻക്വയറി ചെയ്യാറുണ്ട്, അവർക്ക് അറേഞ്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്ട് ചെയ്തോളൂ. വാട്സപ്പ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ടേബിൾ റണ്ണേഴ്സ് കാണിച്ചു തരാം. ഒരെണ്ണം ഇത് നല്ല ഭംഗിയുണ്ട്. എൻ്റെ സൈസ് വരുന്നത് 33x120 ആണ് മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പ്രൈസ് കാണിച്ചു കൊടുക്കുക. 99 dirhams. പിന്നെ എനിക്കിഷ്ടമായത് ഇതാ ഈ ഒരെണ്ണം. അതിൻ്റെ സൈസ് കാണിച്ചു കൊടുക്കുക. 33x120. അത് ഇങ്ങനെ പ്രൈസ് വരുന്ന 99 dirhams. നല്ല ഭംഗിയുണ്ട് അതും കാണാൻ. നെക്സ്റ്റോ വേറെ ഇപ്പോൾ ഒരുവിധം എല്ലാം എന്താ പറയുക, ഈ ഒരു ടോൺസ് ആണ് വരുന്നത്. ഈ ഗ്രീൻ വുഡൻ, മറ്റേ ഒരു അക്കേഷ്യൻ്റെ ഒരു ടീക്കല്ല, മറ്റേ ബ്രൗൺ വുഡൻ ആ ഒരു കളറിലാണ് അത്. അങ്ങനെയുള്ള കോമ്പോസ് എല്ലാം വരുന്ന സംഭവങ്ങൾക്ക് മാച്ചിങ് ആണിത്. ഇത്ര ഇതിൻ്റെ സൈസ് 13x180 ആണ്. പ്രൈസ് വന്നിട്ട് 79 dirhams. ഈ ഒരെണ്ണം ഇതും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പ്രൈസ് കാണുന്നില്ല. അല്ലല്ലുണ്ട്. പ്രൈസ് 33x180 cm ആണ്. പിന്നെ 99 dirhams ആണ് വരുന്നത്.
ബ്യൂട്ടിഫുൾ. ഇതിങ്ങനെ പിടിച്ചു. $29 വരുന്ന ഒരു നല്ല ലെങ്ത്തുള്ള ടേബിൾ റണ്ണറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വാഷബിളാണ്. പിന്നെ നമുക്ക് ക്ലോത്ത് അല്ലാത്തതുകൊണ്ട് റഫ് യൂസസിനെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിടത്തുനിന്ന് 33-150. നല്ല ലെങ്ത് ഉണ്ട്. വിഡ്ത്ത് ഇത്രയേ ഉള്ളൂ. ഓക്കെ. പ്രൈസ് റീസണബിൾ പ്രൈസാണ്. $29. നേരത്തെ കാണിച്ച അതിൻ്റെ തന്നെ പ്ലേസ് മാറ്റ്സ്. എത്ര പീസസ്? സിംഗിളായിട്ട് എടുക്കണം. $25 ഉണ്ട്. എത്ര പീസസ്? 4 പ്ലേസ് മാറ്റ്സ് ഉണ്ട്. അതിൻ്റെ പ്രൈസ് $69. ഈ ബ്രൗണ് നല്ല ഭംഗിയുണ്ട്. ഇത് എടുത്ത് നൈസ്. $39. അതും 4 പീസസാ? ഇത് 4 pieces. പ്രൈസ് 39. ഓക്കെ. പിന്നെ ഒന്നും അത് ഭയങ്കര രസമുണ്ടല്ലോ. ലൈറ്റ് വെയിറ്റ് ആയിട്ട്. അതായത് ചെറിയ ടേബിൾസിനൊക്കെ കിട്ടും. ഇത് 4 പീസസ് തന്നെ $51. ഈ റൗണ്ട് ആയിട്ടുള്ള ഇത് നൈസ്. $21 per piece. ഇപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരുവിധം എല്ലാം തന്നെ ഹോം സെൻറ്ററിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ചില ഐറ്റംസ് എല്ലാം എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി. അപ്പോൾ കിച്ചൺ സെക്ഷൻ, അതായത് കിച്ചൺ ആൻഡ് ഡൈനിങ് സെക്ഷനിലേക്കുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ തിരക്കുകളുണ്ടായിരുന്നു, ആ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ളത് മാത്രം, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ കൈൻഡ് ഓഫ് ഐറ്റംസ് മാത്രം വീഡിയോ എടുത്തിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് ഇതാണ്. അതായത് 5 പീസിൻ്റെ നമ്മുടെ ഈ ഒരു ഡിറ്റാച്ചബിൾ ഹാൻഡിലുള്ള കുക്ക്വെയർ സെറ്റ്. ഇത് പാനായിട്ടാണ്, രണ്ടും വലിയ പാനും ചെറിയ പാനും. പിന്നെ ഇതൊരു കുറച്ച് വലിയൊരു മീൻസ് ഷാലോ പോട്ട്, എന്താ ഇതിന് പറയാം, അതന്നെ സംഭവം. ഓക്കെ. അതിന് ലിഡും ഉണ്ട്. അതിൻ്റെ 3 കളേഴ്സ്, 4 കളേഴ്സ്, 1, 2, 3. ഇതിൻ്റെ പ്രൈസ് $185. 4. ഇതിൽ വൈറ്റിന് എന്താണെന്നറിയില്ല, 111 അല്ല എത്ര 5 പീസ്. ഇതെല്ലാം 9 പീസാണല്ലേ. ഓക്കെ. ഇതൊക്കെ 9 പീസാണ്. വൈറ്റ് മാത്രം, വൈറ്റും ഈ ബ്ലാക്കും 111. അത് 5 പീസ് മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും 9 പീസ്. ഈ കുക്ക്വെയർ സെറ്റ് ഇതിൻ്റെ പ്രത്യേകത, പക്ഷെ ഇത് നോൺ സ്റ്റിക്കിയാണ്, ഫോഴ്സ്ഡ് അലൂമിനിയത്തിലാണ് വരുന്നത്. അലൂമിനിയം ആണ്, അതായത് നമ്മുടെ നോർമൽ നോൺ സ്റ്റിക്ക് പോട്ട്സ് ആണ് അത്. പക്ഷേ മേ ബി കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ളത് വന്നിട്ട് ഇതാ ഈ ഒരു സംഭവം അടിപൊളി. ഇതെല്ലാം ന്യൂ കളക്ഷനിൽ വരുന്നത്. അതിൻ്റെ ഒരുപാട് ശ്രദ്ധിക്കണം. $99. നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതൊക്കെ വെയിറ്റ് ഉണ്ട്, നല്ല ഹെവി സെറാമിക്കിൽ വരുന്നത്. പക്ഷെ ഭയങ്കര രസമുള്ള പോട്ട്സ്, നല്ല ഭംഗിയുള്ള കളർ. ഇത് കുറച്ച് മുൻപേ ഉള്ളതാണ് ഈ സംഭവങ്ങൾ. അതിൻ്റെതാ ബൗൾസ്, പിന്നെ സ്ക്വയർ ട്രേസ് ഉണ്ട്, മിനി ട്രേസ്, പിന്നെ ഇതാ ഡിഫറെൻറ്റ് സൈസസിൽ അതുമുണ്ട്. അതും നല്ല ഭംഗിയാണ്, കണ്ടില്ലേ. പക്ഷേ ഇതിപ്പം ന്യൂ കളക്ഷൻ സീരീസിൽ ഉള്ളതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. പ്രൈസസൊക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഇതാണ് ഒരു പുതിയ പ്രോഡക്റ്റ്. ഇതുണ്ട്, ഒരു സംഭവമുണ്ട്. ഇതിങ്ങനെ വരുമ്പോൾ വരും. ഓക്കെ. ഇത് ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഒരു ഹാൻഡിൽ ഉണ്ട് ഇവിടെ. ഓക്കെ. അവിടെ ലോക്കാവും. സോ ഇഫ് യു വാണ്ട് ഇറ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ വെക്കാം. നമുക്ക് ഈ ടീ ബാഗ്സ് ഒക്കെ വെക്കാൻ പറ്റുമായിരിക്കും അല്ലേ. ഇപ്പം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആക്സസറീസ്. $249 കേട്ടോ. അത് പുതിയ കളക്ഷനാണ്. ഇത് പുതിയതാണല്ലോ. നല്ല ഭംഗിയുണ്ട്.
സൂപ്പർ. ഒരു മിനിറ്റ് ഒന്നും കൂടെ. കുക്കി ജാർ ഇതെല്ലാം ഇപ്പം ആഡ് ആയതാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ. ഇത് 3 സൈസ്, 1 2 3 4 സൈസ്, ഇത് 4 സൈസ്. ഇത് അത്യാവശ്യം വലിയ സൈസ്. ഇതെല്ലാം ഒരേപോലത്തെ എടുക്കരുത്, ഒരെണ്ണം ഇതെടുക്കുക. എന്നിട്ട് അതിനെ മാച്ച് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ടോണിൽ വേറെ സാധനങ്ങൾ അവിടെ കണ്ടിട്ടില്ല. അതിൻ്റെ ട്രേയും സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇത് 3 സൈസിലാണ് ഉള്ളത്. ഇതും പുതിയ കളക്ഷനാണ്. ഇതെല്ലാം മുൻപേ ഉള്ള ഐറ്റംസ്. വേറെ ഒന്ന് കൂടി കൊടുത്തിട്ടോ. ഒരു മിനിറ്റ്. ഇതാ ഇത് ന്യൂ ആണ്, ന്യൂ കളക്ഷനിൽ വരുന്നതാണ്. 7 9 12 15 19 ബോട്ടിൽസ് 49. ഇവിടെ സ്ഥിരം കാണുന്ന പ്രോഡക്ട്സ് അതെല്ലാം ഇപ്പോഴുണ്ട്. അലൂമിനിയത്തിൽ വരുന്ന നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണ്. ബ്രൗൺ കളറിൽ, നല്ല ചോക്ലേറ്റ് ബ്രൗൺ കളറിൽ. പിന്നെ ഇതാ ഈ ഒരു സംഭവം, ഇതിൻ്റെ ഇതിൻ്റെ നേരെ താഴെയുള്ള സൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു കുക്ക് വെയർ സെറ്റിന് 219 ദിർഹംസേൽ അതിൻ്റെ 2 കളറിൽ, ബ്ലാക്കും പിന്നെ ഈ ഒരു ഷെയ്ഡ്. കിച്ചൺ ടവൽസ് ടവൽസിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു കാസറോൾ, ഒന്ന് ഓപ്പൺ ചെയ്ത് സാർ. അതിൻ്റെ ഇതിൻ്റെ മേലത്തെ പോർഷൻ വെച്ച് ഓയിൽ ഡിസ്പെൻസേഴ്സും പിന്നെ നമ്മുടെ പെപ്പർ സോൾട്ട് ഡിസ്പെൻസർ. നമ്മുടെ റോട്ടി ചപ്പാത്തി അങ്ങനെ റോട്ടീസൊക്കെ വെക്കാനുള്ള ട്രേ ആണ്. ഓക്കെ, ഇത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെക്കാം. സോറി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ള പുതിയ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ന്യൂ ഐറ്റംസ്. ഇനി ഡിന്നർ സെറ്റും പിന്നെ ഇതാ ഈ ഒരു ഇതും ന്യൂ ആണ്. സെറാമിക്കിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഷെഫ് ഡിഷ് ഉണ്ടല്ലേ. ഭയങ്കര ഡെപ്തൊന്നുമില്ല, അതിനൊരു ഭംഗിയാണ് കാണാൻ. 2 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഒന്നിതും ഒന്ന് സ്റ്റാൻഡ് ഉണ്ട്, ഹാഫ് പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഇത് ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാൻ പറ്റുന്നത്. പിന്നെ ജഗ് നല്ല ഭംഗിയുണ്ടല്ലേ. 2ൻ്റെയും ജഗ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ കൈൻഡ് ഓഫ് സംഭവങ്ങളെല്ലാം. പിന്നെ ഇതിൻ്റെ ഒന്ന് പ്രൈസ് വേണമെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട്. ഇത് ന്യൂ കളക്ഷനിൽ വരുന്നതാണ്. ട്രേ വരുന്നുണ്ട് താഴെ. സെറ്റ്സ് കാണിക്കാം. ഇത് 12 പീസ് വരുന്ന പുതിയ കളക്ഷനാണ്. 129 ദിർഹംസേ ഉള്ളൂ. 12 പീസസ് ആണ്. പിന്നെ വന്നിട്ട് 79 ദിർഹംസിൻ്റെ അവിടെ ഉണ്ട് ഒരെണ്ണം. പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇതിപ്പോൾ 99 ദിർഹംസാണ്. ഈ ഒരു സെറ്റിന് വരുന്നത് 129 ദിർഹംസ്. 18 പീസസ് വരുന്ന സെറ്റാണ്. രണ്ടും 129. ഈ ഒരു സെറ്റ് ഈ 2 സെറ്റ് ഒരെണ്ണം 29 പീസ് വരുന്ന ഡിന്നർ സെറ്റാണ്. പിന്നെ 48 പീസസ് വരുന്നത്.
299 പിന്നെ 599 എണ്ണം ഇത്. പിന്നെ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ മുൻപേ ഉള്ളതാണ്. ബട്ട് എനിക്കിഷ്ടമാണ് ഈ ഒരു കളക്ഷൻ, ഭയങ്കര രസമാണ്. ഹോം സെൻറ്ററിലെ പണികൾ കഴിഞ്ഞ് അതിനിടയിൽ ഒന്ന് വാഷ്റൂം പോയി. ഇനിയിപ്പം ഡിന്നറാണ്, ഡിന്നർ ടൈമായി. പിന്നെ എന്തായാലും ഇന്നത്തെ ദിവസം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും സാറയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ഒന്നിച്ചാണുള്ളത്. അപ്പോൾ അവരെല്ലാം അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് എന്തെങ്കിലും എൻക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. തീർത്തിട്ടില്ല, പോവാം. ഓക്കെ, പക്ഷെ ഉമ്മ ചായ കുടിച്ചില്ല. ഉമ്മ ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.